1984 AKP ഗ്രൂപ്പ് ആരംഭിച്ചതാണ് ഈ AKP സിന്ധു മൂവീസ് എന്ന് പറയുന്നത്. ഉദ്ദേശം 10 വർഷത്തോളം അവിടെ നല്ല സിനിമകൾ കളിക്കുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്തു. പിന്നീട് സിനിമയ്ക്കുണ്ടായ ഒരു പ്രതിസന്ധിയിൽ റിലീസിംഗ് സിനിമകൾ കിട്ടാത്ത വന്നപ്പോൾ അവിടെ അത് അത്ര വിജയപ്രദമായി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് കല്യാണ മണ്ഡപമാക്കി മാറ്റുകയായിരുന്നു. 15 വർഷത്തോളം കല്യാണ മണ്ഡപമായി പ്രവർത്തിക്കുകയും ഇപ്പോൾ സിനിമയ്ക്ക് പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പോൾ സിനിമയ്ക്ക് പുതിയൊരു സംവിധാനം വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ സിനിമകൾ വരികയും പോവുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ റിലീസിംഗ് പടങ്ങൾ കിട്ടുന്നത് സ്റ്റേഷനായി ഇരിഞ്ഞാലക്കുട മാറി. ആ സാഹചര്യത്തിൽ പുതിയ സിനിമകൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയപ്രദമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ആണ് പുതിയതായിട്ട് 2009 ഡിസംബർ 24-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇതുകൊണ്ട് ഇരിഞ്ഞാലക്കുട നഗരത്തിൽ വളരെയധികം ഉദ്ദേശം 2000-ഓളം ജനങ്ങൾ ദിനം പ്രതി വന്ന് പോകാവുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. 2000-ഓളം ജനങ്ങൾ പല വാഹനങ്ങളിലും പല രീതിയിലായിട്ട് പട്ടണത്തിൽ വരുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ പട്ടണത്തിലെ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും പട്ടണത്തിലൊരാൾക്കും കൂടിയാണ്. അത് എല്ലാം കണക്കിലെടുത്ത് എല്ലാവരുടെയും ജനങ്ങളുടെ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം എല്ലാവിധത്തിലുള്ള പുതിയ സിനിമകളും കൊണ്ടുവന്ന് നല്ല സിനിമകൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഫാദർ പഴയ സിനിമ കൊട്ടക എന്ന ഒരു പ്രസ്ഥാനമാണ്, സിനിമ കൊട്ടകയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഫാദർ അത് നടത്തിയിട്ടുള്ള അനുഭവം മറ്റും കേട്ടുള്ള പരിചയം വെച്ച് അതും സിനിമയോടുള്ള താല്പര്യം, ആ ഒരു പരിചയവും അതിന്റെ കേട്ടുകേൾവിയും സിനിമയോടുള്ള താല്പര്യമാണ് ഇങ്ങനെ ഇതൊരു കല്യാണ മണ്ഡപമായി നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇതൊരു സിനിമയ്ക്ക് വേണ്ടി പണിതൊരു സ്ഥലവും അതിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയായ സ്ഥാപനമായതിനാൽ അത് ഏറ്റെടുത്ത് നടത്താൻ സിനിമയാക്കി തുടങ്ങാൻ ഉദ്ദേശിക്കാനുണ്ടായില്ല. കഴിഞ്ഞ 15 വർഷത്തോളം ഇത് നല്ല രീതിയിൽ കല്യാണ മണ്ഡപമായി പ്രവർത്തിച്ചു വന്നുവെങ്കിലും ഇവിടെ പല കല്യാണങ്ങൾക്കും വരുമ്പോൾ ഇതിന്റെ പണ്ട് ഞാൻ ഇവിടെ സിനിമയ്ക്ക് വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു തിയേറ്ററിന് വേണ്ടി തന്നെയാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ കല്യാണ മണ്ഡപമാകുമ്പോൾ അവിടെ അതിന്റെ ഉപയോഗം 30% അല്ലെങ്കിൽ 40% ഭാഗത്ത് മാത്രമേ കല്യാണ മണ്ഡപത്തിന്റെ ഉപയോഗം നടക്കുന്നുള്ളൂ, അല്ല തിയേറ്ററിന്റെ ഉപയോഗം നടക്കുന്നുള്ളൂ. അതിൽ നിന്ന് 100% അത് സിനിമയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഈ രീതിയിൽ ആലോചിച്ച് ചെയ്യാനുണ്ടായ കാരണം.